നമസ്കാരം സുഹൃത്തുക്കളെ, വിൻ ഇമേജ് സിസ്പ്രിപ്പ് ക്രിയേഷനാണ് ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇതിലുള്ളത്. ഇതിലിപ്പോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ ബൂട്ട് ചെയ്ത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. വിൻപിയിൽ നിന്ന് ബൂട്ട് ചെയ്ത് കയറാൻ പോകുന്നു. ഈ വിൻപിയിലേക്ക് ബൂട്ട് ചെയ്ത് കയറി ഇനി വന്ന് നിൽക്കാൻ പോകുന്നത് ഡിസ്ക് പാർട്ടിലാണ്. ആ ഡോസ് മോഡിൽ വന്ന് നിൽക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ബൂട്ട് ചെയ്യുന്ന ബൂട്ട് ഫ്രം USB അല്ലെങ്കിൽ CD കൊടുത്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വിൻപിയുടെ ഡിസ്ക് ഇട്ട് ബയോസിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിൽ വന്നിട്ട് നിൽക്കും. അതിനുശേഷം ഇത് ബൂട്ട് ചെയ്യുന്ന ഒരു സെക്കൻഡ്സുകൾ എടുത്തിട്ട് അത് ബൂട്ട് ചെയ്യും. ബൂട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വിൻപി എങ്ങനെ ബൂട്ട് ചെയ്ത് വരുന്നു അതുപോലെ തന്നെ ബൂട്ട് ചെയ്ത് വന്ന് നിൽക്കും. ഞാൻ CD വഴിയാണ് ബൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഡിലേ ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, ഇപ്പം ബൂട്ട് ചെയ്ത് വന്ന് നിൽപ്പുണ്ട്. ഇതിനിപ്പം നമ്മൾ ഇതിനകത്തിലേക്ക് ഡിസ്ക് പാർട്ട് വഴി കയറിയതിന് ശേഷം നമ്മൾ എൻ്റെ ഹാർഡ് ഡിസ്കിൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം ഞാൻ നേരെ എക്സിറ്റ് ആയിട്ട്, കാരണം എൻ്റെ ഹാർഡ് ഡിസ്ക് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, അതിൽ ആ ഒരു ഹാർഡ് ഡിസ്കിൽ നമ്മൾ ചെയ്യുകയാണ്. അത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടാമതൊരു പാർട്ടീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്തിട്ട് അവിടേക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഹാർഡ് ഡിസ്കിൻ്റെ C പാർട്ടീഷനിൽ അത്രയും സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് C പാർട്ടീഷൻ ചെയ്യാം. കാരണം നോർമലി നമ്മളൊരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്തിൽ പാർട്ടീഷൻ ചെയ്യുമ്പോൾ മിനിമം ഒരു 250 GB ഇപ്പോഴത്തെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇനിയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ പാത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിനകത്തിൽ പാത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ വെരി ഈസിയാണ്. ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. DISM /capture -image /image file എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഞാൻ കോളത്തിൽ തന്നെ സിയിൽ തന്നെ കൊടുക്കുകയാണ്. സിയിൽ കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ ആ ഒരു ഫയലിന് കൊടുക്കുകയാണ്. ഞാനിവിടെ കൊടുക്കുന്ന പേര് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് ആ ഒരു പേര് തന്നെ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന WinX10 ഫൈനൽ എന്ന് കൊടുത്തിട്ട് .wim പ്രത്യേകം ശ്രദ്ധിക്കുക, WIM എന്ന് തന്നെ കൊടുക്കുക. സ്പേസ് / എന്ന് പറഞ്ഞിട്ട് ക്യാപ്ചർ DIR കൊടുക്കുക. എന്നിട്ട് ഞാൻ C പാർട്ടീഷനിലേക്ക് തന്നെ പോവുകയാണ്. C പാർട്ടീഷൻ എന്നാണ് എനിക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളത്. ആ C പാർട്ടീഷൻ്റെ C കൊടുത്തിട്ട് // കൊടുത്തിട്ട് ആ സ്ലാഷിനിടയ്ക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ടാവണം, ഒറ്റ സ്പേസ് മതി. അതിനുശേഷം നെയിം കൊടുത്തിട്ട് കോളം കൊടുത്ത് ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ കൊടുക്കുക. വിൻഡോസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. ഇത് നിങ്ങളുടെ ഈ ഒരു വിൻഡോ റൺ ചെയ്യാനായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുന്ന ഒരു ടൈം എടുക്കണം. ആ ഒരു ടൈമാണ് ഇനി എടുക്കുന്നത്. ഒരു ഡിലേ ഉണ്ടാവും, ചെറിയ ഡിലേ. അതിനുശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫയൽ മിനിമം ഒരു 6 GB 7 GB 8 GB നമ്മുടെ കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 GB 15 GB ഒക്കെ വരും. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ ഉണ്ടാകും. ആ ഒരു GB അത്രയും വന്നതിന് ശേഷം ആ ഒരു ഡിലേ ഉണ്ടാകും. ഇത്രയും GB നമ്മൾ കോപ്പി ചെയ്തൊരു ഇമേജ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡിലേ എത്ര വരും അത്രയും തന്നെ ഉണ്ടാകും. ആ ഒരു കോപ്പി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിസ്റ്റത്തിൻ്റെ C പാർട്ടീഷനിലേക്ക് തന്നെ കോപ്പി ആവും. എന്നിട്ട് നിങ്ങൾ C പാർട്ടീഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ C പാർട്ടീഷൻ അതിനകത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ കൊടുത്ത WinX10 final.vim ഫയൽ തന്നെ അവിടെ ഉണ്ടാകും. അത് നിങ്ങളൊരു CD-ലോ ഒരു ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ ഒരു USB-ലോ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന വിൻപിയിലേക്ക് തന്നെ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ സിംഗിളായിട്ട് കൊണ്ടു നടക്കാം. നമുക്കത് എവിടെ വേണമെങ്കിലും കൊണ്ടു നടന്നിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. നേരത്തെ കൊണ്ടുവരുന്ന 10 CD 20 CD കൊണ്ടു നടന്ന ടെക്നീഷ്യന് ഈ ഒരൊറ്റ USB തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാം. VLC ആണെങ്കിലും എത്ര പ്ലെയർ ഉണ്ടെങ്കിലും ഇപ്പം ഓഫീസ് ആണെങ്കിലും എല്ലാ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ ഇതിലൊന്നിൽ പോലും
ലൈസൻസ് ഉണ്ടാവില്ല. കാരണം വിൻഡോസിലും ഓഫീസിലും ഒന്നും ലൈസൻസ് ഉണ്ടാവില്ല. വിൻഡോസ് ഫ്രഷ് ഇൻസ്റ്റലേഷൻ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ഹാർഡ്വെയറിന് എന്താണ് ആവശ്യം ആ ഇൻസ്റ്റലേഷൻ ഒരു പുതിയ പി സിയിൽ എങ്ങനെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇതിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റത്തിന് ഡിലേ ഉണ്ടാകത്തില്ല, ഇൻസ്റ്റലേഷന് ഡിലേ ഉണ്ടാവില്ല. സിസ്റ്റത്തിലേക്ക് പുതിയ ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നോ, നിങ്ങളൊരു പുതിയ സിസ്റ്റം എങ്ങനെ ഫോർമാറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കും ഇൻസ്റ്റലേഷൻ. ഓക്കെ, ഇപ്പോൾ ഇമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യും, കാരണം ഇമേജ് തുടങ്ങാനായിട്ട് ഇച്ചിരി ടൈം എടുക്കുന്നു. ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് ഈ ഇമേജ് സിയിലേക്ക് ഇനിയിപ്പോൾ സേവ് ചെയ്ത് തുടങ്ങും. സേവ് ചെയ്യുന്ന ആ ഒരു ടൈം ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്ത് മാറ്റും. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾക്ക് സി പാർട്ടീഷനിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസ് സി പാർട്ടീഷൻ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങൾ ചെയ്ത ഈ ഒരു ഇമേജ് എവിടെ സേവ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് ഈസിയായിട്ട് അറിയാൻ പറ്റും. അത് നിങ്ങളൊരു USB ഹാർഡ് ഡിസ്കിലോ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും അറിയിക്കുക. ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമേ ബാക്കിയുള്ള വർക്കുകളിലേക്ക് എനിക്കൊരു പ്രയോജനമാകൂ. ഞാൻ ഓഫീസ്, എക്സൽ, പിന്നീട് വിൻഡോസിൻ്റെ ടിപ്സ്, വിൻഡോസ് 10 എങ്ങനെ വർക്ക് ചെയ്യാം, വിൻഡോസ് 10 എങ്ങനെ വർക്ക് ചെയ്യിക്കണം, വിൻഡോസ് 10ൽ എന്തൊക്കെ ഇൻബിൽറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യാം, കോട്ടണ പോലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഉപയോഗം എന്താണ്, നിങ്ങളിതുവരെ യൂസ് ചെയ്യാത്ത നിങ്ങൾ കാണാത്തമായ ഒരുപാട് ഓപ്ഷൻസ് വിൻഡോസിലുണ്ട്. അതിൽ 10, 20, 40, 50 അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ.